قال الله تعالى في الكتاب العزيز الحكيم أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم والله أخرجكم من بطون أمهاتكم لا تعلمون شيئا وجعل لكم السمع والأبصار والأفئدة لعلكم تشكرون صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والعاقبة للمتقين والحمد لله رب العالمين. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളായ സഹോദരി സഹോദരന്മാരെ, പ്രപഞ്ചനാഥനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ലംഘിക്കാതെ വ്യക്തിജീവിതത്തെയും കുടുംബജീവിതത്തെയും സാമൂഹ്യ ജീവിതത്തെയും മുന്നോട്ട് നയിക്കണമെന്ന് ആദ്യമായി എന്നോടും പിന്നീട് നിങ്ങളെയും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ജീവിതത്തിലുടനീളം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങളനുസരിച്ച് ജീവിക്കുവാനും അവസാനം പൂർണ്ണമായ ഈമാനോടുകൂടി ഈ ലോകത്ത് നിന്ന് വിട പറയുവാനും നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അംബിയാ മുർസലീങ്ങളോടൊപ്പം സന്തോഷം കഴിഞ്ഞുകൂടുവാനുമുള്ള തൗഫീക്ക് നൽകി അർഹമുർ റഹീമിനായ റബ്ബ് നമ്മെല്ലാവരെയും എല്ലാ അർത്ഥത്തിലും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കറിയാം, നമ്മളെ സംബന്ധിച്ചിടത്തോളം, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ 5 ഇന്ദ്രിയങ്ങളിലൂടെയാണ് അറിവ് സമ്പാദിക്കുന്നത്. മനുഷ്യൻ 5 ഇന്ദ്രിയങ്ങളിലൂടെയാണ് അറിവ് സമ്പാദിക്കുന്നത്. ഒന്നാമത്തേത് കണ്ണ്, അതുപോലെ തന്നെ കാത്, മൂക്ക്, നാക്ക്, തൊലി. ഇങ്ങനെ 5 ഇന്ദ്രിയങ്ങളിലൂടെയാണ് നമ്മൾ അറിവ് സമ്പാദിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പഞ്ചേന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത്, ദി 5 സെൻസസ് എന്ന് പറയുന്നത്. 5 ഇന്ദ്രിയങ്ങൾ. ഈ 5 മനുഷ്യൻ്റെ ഇന്ദ്രിയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കണ്ണ് എന്ന് പറയുന്ന നമ്മുടെ അവയവം. ഒരർത്ഥത്തിൽ നമ്മൾ ആർജിക്കുന്ന വിവരങ്ങളിൽ, അറിവുകളിൽ 80% കണ്ണിലൂടെ വരുന്നതനുസരിച്ചാണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ സങ്കീർണതയുടെയും സൂക്ഷ്മതയുടെയും കൃത്യതയുടെയും കാര്യത്തിൽ അത്യന്താധുനിക ക്യാമറ പോലും കണ്ണിൻ്റെ 7 അയലത്ത് പോലും എത്തില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത്രയ്ക്കും ജിയോമെട്രിക്കൽ ആക്യുറസിയുള്ള, അഥവാ ഗണിതശാസ്ത്രപരമായ ജാമിതീയ കൃത്യതയുള്ള ഒരു ഓപ്റ്റിക്കൽ ഡിവൈസാണ്, അല്ലെങ്കിൽ ഒരു ഉപകരണമാണ്, അല്ലെങ്കിൽ ഒരു ക്യാമറയാണ് മനുഷ്യൻ അല്ലാഹു നൽകിയിട്ടുള്ള കണ്ണ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ശാസ്ത്രീയമായ വളർച്ചയുടെ ഉത്തുംഗതയിലെത്തി എന്ന് അഹങ്കരിക്കുന്ന മനുഷ്യന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന ഘട്ടത്തിൽ പോലും കണ്ണ് നഷ്ടപ്പെട്ടാൽ പകരം ഒരു കണ്ണല്ലാതെ മറ്റൊരു സബ്സ്റ്റിറ്റ്യൂട്ടും ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. കണ്ണ് പോയാൽ പകരം കണ്ണ് മാത്രമേ ഉള്ളൂ. അതിന് പകരം വയ്ക്കാൻ മറ്റ് ഒരു ഡിവൈസും ഇന്നുവരെ കണ്ടെത്തിയിട്ടില്ല. ഗവേഷണങ്ങൾ തകൃതിയായി നടക്കുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു കുഞ്ഞു പിറന്നാൽ അവൻ ശിശുവായി ബാല്യത്തിലേക്ക് വന്നു, കൗമാരത്തിലേക്ക് വന്നു, യൗവനത്തിലൂടെ അവൻ വളർച്ചയുടെ പടവുകൾ കയറുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും അതനുസരിച്ച് ഗണനീയമായ മാറ്റങ്ങൾ ഉണ്ടാകും, വളർച്ചയുണ്ടാകും. ഒരു കുഞ്ഞിൻ്റെ കൈ പോലെയല്ല എൻ്റെ കൈ. ആ കുഞ്ഞിൻ്റെ കൈയേക്കാൾ വലുതാണ് എൻ്റെ കൈ. എന്നാൽ സവിശേഷമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതൊക്കെ വളരുമ്പോഴും മനുഷ്യൻ്റെ ആ കുഞ്ഞിൻ്റെ കണ്ണ്, മനുഷ്യ ശരീരത്തിലെ കണ്ണിന് ഈ മാറ്റം കാര്യമായി സംഭവിക്കുന്നില്ല എന്നതാണ്. ശരീരത്തിലെ ഏക അവയവം കണ്ണ് മാത്രമാണ്. കാര്യമായ ഒരു മാറ്റവും വരുന്നില്ല. ഒരു കുഞ്ഞ് ജനിച്ചു വീഴുമ്പോൾ തന്നെ ഒരു പ്രായപൂർത്തിയായ ഒരു മനുഷ്യൻ്റെ കണ്ണിൻ്റെ
78% പൂർണ്ണ വളർച്ചയോടുകൂടിയാണ് ആ കുഞ്ഞിൻ്റെ കണ്ണ് അപ്പോൾ തന്നെ ഉള്ളത്. കാരണം അല്ലെങ്കിൽ ആ കണ്ണ് കാണാൻ പറ്റില്ല. അതുകൊണ്ട് കണ്ണാണ് നമ്മുടെ ശരീരത്തിലെ ആള് വളരുമ്പോൾ ആനുപാതികമായി വളർച്ച കാണിക്കാത്ത നമ്മുടെ ശരീരത്തിലെ ഏക അവയവം കണ്ണാണ്. അതുകൊണ്ട് തന്നെ ഡാർവിനിസ്റ്റുകളെയും അഥവാ പരിണാമവാദികളെയും നാസ്തികരെയും ഉത്തരം മുട്ടിക്കുന്ന ഒരവയവമായി കണ്ണിന്നും നിലകൊള്ളുകയാണ്. പരിണാമത്തിൻ്റെ ഉപജ്ഞാതാവായിട്ടുള്ള ചാൾസ് ഡാർവിൻ പോലും ഉത്തരം മുട്ടുന്നുണ്ട് കണ്ണിൻ്റെ മുൻപിൽ. അതുകൊണ്ട് അദ്ദേഹം പരിണാമത്തെ നിരാകരിച്ചു എന്നല്ല പറയുന്നതിനർത്ഥം. അദ്ദേഹം പോലും അതിൻ്റെ സങ്കീർണത, കണ്ണിൻ്റെ സങ്കീർണത ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു സംഗതി, കണ്ണിനെക്കുറിച്ച് നമ്മൾ പഠിച്ചാൽ ഈ പ്രപഞ്ചത്തിൽ ഒരു നാഥൻ്റെ, ഒരു സൃഷ്ടാവിൻ്റെ, ഒരു ഇൻ്റലിജൻ്റ് ഡിസൈനറുടെ സാന്നിധ്യം, അവൻ്റെ സൃഷ്ടിപ്പിലുള്ള വൈഭവം നമുക്ക് ഓരോരുത്തർക്കും ബോധ്യപ്പെടും കണ്ണിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയാൽ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ദൈവത്തെ, കരുണാമയനായ ദൈവത്തെ ദർശിക്കണോ, നിങ്ങൾ കണ്ണിലേക്ക് നോക്കിയാൽ മതി. കരുണാമയനായ ദൈവത്തെ, അള്ളാഹുവിനെ നിങ്ങൾക്ക് നമുക്കവിടെ കാണാൻ സാധിക്കും, ദർശിക്കാൻ സാധിക്കും. നമ്മൾ കണ്ണിനെക്കുറിച്ചൊന്ന് അറിയാനും മനസ്സിലാക്കാനും ഒക്കെ ശ്രമിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അള്ളാഹു അതുകൊണ്ട് തന്നെയാണല്ലോ പറയുന്നത്, ഓഫി അംഫുസിക്കും അഫലാ തുബ്സിറൂൻ, നിങ്ങളുടെ ശരീരത്തിൽ ഞാൻ ഒരുപാട് സംവിധാനങ്ങളൊക്കെ ചെയ്തു വച്ചിട്ടുണ്ട്, നിങ്ങൾ അങ്ങോട്ട് നോക്ക്, എന്തേ നിങ്ങൾ നോക്കാത്തത് എന്നുള്ള ചോദിക്കുകയാണ്. പല സ്ഥലങ്ങളിലും അള്ളാഹ് ഇത് ആവശ്യപ്പെടുന്നത് കഴിഞ്ഞ ഖുതുബകളിലൊക്കെ നമ്മൾ പറഞ്ഞു വന്നിട്ടുണ്ട്. അപ്പൊ കരുണാമയനായ ദൈവത്തെ ദർശിക്കാൻ നിങ്ങൾ കണ്ണിലേക്ക് നോക്കിയാൽ മതി. ദൈവം ഇവിടെ കാണട്ടെ എന്നാണല്ലോ പറയുന്നത്. ആ കാണണം എന്ന് വെച്ചാൽ കണ്ണ് വെച്ചാണ്. ആ കണ്ണിലേക്ക് നോക്കിയാൽ കരുണാമയനായ ദൈവത്തെ ദർശിക്കാൻ സാധിക്കും, അള്ളാഹുവിനെ ദർശിക്കാൻ സാധിക്കും. നമുക്കറിയാം കണ്ണിൻ്റെ പ്രത്യേകത, ഓരോ മനുഷ്യർക്കും ഓരോ കണ്ണാണ്. ഓരോ മനുഷ്യർക്കും ഓരോ കണ്ണാണ്. നമ്മുടെ ഫിംഗർ പ്രിൻ്റ് പോലെ കണ്ണ് വ്യത്യസ്തമാണ്. അതുകൊണ്ടാണ് നമ്മൾ ആധാർ കാർഡ് എടുക്കാൻ ചെല്ലുമ്പോൾ ഫിംഗർ പ്രിൻ്റ് കോപ്പി ചെയ്യുന്നതോടൊപ്പം തന്നെ ബയോമെട്രിക് ഡേറ്റ കളക്ഷൻ്റെ ഭാഗമായി നമ്മുടെ റെറ്റിന സ്കാനും ചെയ്യുന്നത് അതുകൊണ്ടാണ്. കണ്ണ് സ്കാൻ ചെയ്തെടുക്കും. ഇപ്പോൾ എയർപോർട്ടുകളിലെല്ലാം ഈ റെറ്റിന സ്കാനിങ് ഉണ്ട്. നിർണായകമായ എല്ലാ സ്ഥലങ്ങളിലും ഈ റെറ്റിന സ്കാൻ ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. കാരണം പ്രതിജന ഭിന്നമാണ് കണ്ണ് എന്ന് പറയുന്നത്. എൻ്റെ കണ്ണ് പോലെയല്ല നിങ്ങളുടെ കണ്ണ്, നിങ്ങളുടെ കണ്ണ് പോലെയല്ല മറ്റൊരാളുടെ കണ്ണ്. അങ്ങനെ ഇപ്പോൾ 800 കോടി മനുഷ്യരൊന്നും ഭൂമിലോകത്തുണ്ട്, ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട്. ആ 800 കോടി മനുഷ്യരുടെയും കണ്ണ് അവരുടെ ഫിംഗർ പ്രിൻ്റ് പോലെ തന്നെ വ്യത്യസ്തമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമുക്ക് കണ്ണിനെ കുറിച്ച് ചിലതൊന്ന് പറഞ്ഞു നോക്കാം. പൂർണ്ണമായിട്ട് പറയാൻ, അത് മുഴുവനായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഇടമല്ല, അതിനൊരുപാട് കോംപ്ലിക്കേഷൻ ഉണ്ട്. എങ്കിലും ചിലത് നമ്മൾ നമ്മുടെ അവയവങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കുന്നത് നമ്മുടെ നാഥനെ മനസ്സിലാക്കാൻ ഉപകാരപ്പെടും. അത് ഉപയോഗപ്പെടുത്തണം എന്ന് മാത്രമേ ഉള്ളൂ. നമുക്കറിയാം, നമ്മുടെ രണ്ട് കണ്ണ് എന്ന് പറയുന്നത് ഈ കാണുന്ന 2 കുഴികളിലാണ് ഇരിക്കുന്നത്. രണ്ട് കുഴികളിലാണ് ഇരിക്കുന്നത് ഈ നമ്മുടെ 2 കണ്ണും. ആ കുഴികളുടെ അകത്ത് അതൊരു കുഷ്യൻ പോലെ കൊഴുപ്പ് കൊണ്ട് നിറഞ്ഞ ഒരു കുഷ്യനിലാണ് ഈ 2 കണ്ണും ഇരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ കുഴിയെ ഓർബിറ്റ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി കുഴി, സോക്കറ്റ്, പോക്കറ്റ് എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷെ അതിന് ഓർബിറ്റ് എന്നാണ് അതിൻ്റെ സാങ്കേതികമായിട്ട് പറയുന്നത്. ആ ഓർബിറ്റിലാണ് നമ്മുടെ 2 കണ്ണും ഇരിക്കുന്നത്. ഈ കണ്ണിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല 2 തരത്തിലുള്ള 6 മസിലുകൾ കൊണ്ടാണ് അവിടെ പിടിപ്പിച്ചു വച്ചിട്ടുള്ളത്. അതിലാണ് അത് ഇരിക്കുന്നത്. ഈ മസിലുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ തല തിരിക്കാതെ തന്നെ നമ്മുടെ കണ്ണുകൾ നമ്മൾ വലത്തോട്ടും ഇടത്തോട്ടും മുകളിലോട്ടും താഴോട്ടും നമുക്ക് ചലിപ്പിക്കാൻ പറ്റുന്നത് ഈ മസിലുകളുടെ പ്രവർത്തനം മൂലമാണ്. ഈ മസിലുകളെ നിയന്ത്രിക്കുന്നത് തലച്ചോറാണ്. ഈ മസിലുകളുടെ പ്രവർത്തനം നിലച്ചാൽ നമുക്ക് പിന്നെ നമ്മൾ എങ്ങോട്ട് തലതിരിക്കുന്നുവോ അങ്ങോട്ട് മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മൾ പോലും അറിയാതെ നേരെ നോക്കിക്കൊണ്ട് നമുക്ക് ഇടത്തോട്ട് തിരിക്കാം, വലത്തോട്ട് തിരിക്കാം, മുകളിലേക്ക് തിരിക്കാം, താഴോട്ട് തിരിക്കാം. ഈ മസിലുകളെ നിയന്ത്രിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗങ്ങൾക്ക് കേടുപാട് സംഭവിച്ചാൽ ആ കണ്ണ് അങ്ങനെ തന്നെ ഇരിക്കുള്ളൂ, പിന്നെ ചലിപ്പിക്കാൻ പറ്റില്ല.
അതുകൊണ്ടാണ് പാരാലിസിസ് ബാധിച്ച ആളുകൾ, സ്ട്രോക്ക് വഴി പാരാലിസിസ് ബാധിച്ച ആളുകൾക്ക് കണ്ണിൻ്റെ ആ മസിലുകളെ നിയന്ത്രിക്കുന്ന ഭാഗത്ത് ക്ലോട്ടിങ് സംഭവിച്ചാൽ അവരുടെ കണ്ണ് പിന്നെ ചലിക്കില്ല, നേരെ മാത്രം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുള്ളൂ. അതുകൊണ്ടാണ് ഡോക്ടേഴ്സ് വന്നിട്ട് പാരാലിസിസ് ബാധിച്ച ആളുകളെ അവർ പ്രാഥമികമായി ചോദിക്കുന്നത് കണ്ണ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിക്കാനാണ്. കാരണം കണ്ണിൻ്റെ ആ കേന്ദ്രത്തിൽ ക്ലോട്ടിങ് അതുപോലുള്ള എന്തെങ്കിലും ഡാമേജ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ കണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ ബ്രെയിനിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ക്ലോട്ടിങ് നടന്നിട്ടുണ്ട് എന്ന് ഡോക്ടർമാർ അതിലൂടെ ഡയഗ്നോസ് ചെയ്യുകയും ചെയ്യും. അതുപോലെ തന്നെ ഈ കണ്ണിനെ കുറിച്ച് കണ്ണിലേക്ക് നമ്മളൊന്ന് നോക്കിയാൽ, ഒരാളുടെ കണ്ണിലേക്ക് നമ്മൾ നോക്കിയാൽ നമ്മൾ പ്രാഥമികമായിട്ട് കാണുന്നത് ഒരു വെള്ളയാൽ ചുറ്റപ്പെട്ട ഒരു കറുത്ത വട്ടം. ഇതാണ് കണ്ണിലേക്ക് നോക്കുമ്പോൾ നമ്മൾ കാണുന്നത്. ഈ സൈഡിൽ നിന്ന് വെളുത്ത ഭാഗം, വൈറ്റ് കളറിലുള്ള ഭാഗങ്ങൾ വന്നിട്ട് നടുവിലൊരു കറുത്ത വട്ടമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ആ കറുത്ത വട്ടം പുറത്തുള്ളതല്ല, ആ കറുത്ത വട്ടം അകത്തുള്ളതാണ്. അതിൻ്റെ മുൻപിൽ നമ്മൾ സാധാരണ കേൾക്കാറുള്ള കോർണിയ എന്ന് പറയുന്ന ഒരു ഗ്ലാസ് ടൈപ്പ് സാധനം ഇരിപ്പുണ്ട്. നമുക്കത് കാണാൻ കഴിയാത്തത് അത് ഗ്ലാസ് കളറിലായതുകൊണ്ടാണ്, ക്രിസ്റ്റലൈൻ സ്വഭാവം അതിനുള്ളത് കൊണ്ടാണ് നമ്മൾക്കത് കാണാൻ കഴിയാത്തത്. നമ്മൾ കണ്ണിൽ തൊട്ടാൽ നമ്മൾ ആ തൊടുന്നത് ഈ പറയുന്ന കോർണിയയിലാണ്, ആ കറുത്ത ഭാഗത്തിലല്ല. കറുത്ത ഭാഗത്ത് തൊടാൻ നമുക്ക് പറ്റില്ല, കറുത്ത ഭാഗം അകത്താണ് ഇരിക്കുന്നത്. ഇത് വെളുത്ത കളറാണ്. വെളുത്ത കളറല്ല, വെളുത്ത കളർ ചുറ്റുമുള്ളതാണ്. മുൻപിൽ ഗ്ലാസ് പോലെയാണ് ഇരിക്കുന്നത് നമ്മൾ പറഞ്ഞു. അത്രയും ഭാഗം മാത്രമേ ഉള്ളൂ. അത് ഏതാണ്ട് 12 മില്ലിമീറ്റർ ഡയമീറ്ററിലാണ് ആ വെളുത്ത ഭാഗം ഉള്ളത്. ഇതിൻ്റെ പ്രത്യേകത, ഇത് പ്രകാശം കടത്തിവിടും. അതേസമയം നമ്മുടെ സൈഡിലൂടെ പ്രകാശം വന്നാലും ആ ഭാഗത്തൂടെ പ്രകാശം കടന്നു പോകില്ല. കാരണം അതാര്യമാണ് ആ ഭാഗങ്ങൾ. പ്രകാശം കടന്നു പോകുന്നതിന് സുതാര്യമെന്നും പ്രകാശം കടന്നു പോകാത്തതിന് അതാര്യമെന്നുമാണ് നമ്മൾ സാധാരണ മലയാളത്തിൽ പറയുന്നത്. അപ്പം ഈ ഭാഗം അതാര്യമാണ്. ഈ സൈഡിലൊന്നും വെളിച്ചം അകത്തോട്ട് കടന്നു പോകില്ല. വെളിച്ചം അകത്തോട്ട് കടന്നു പോകുന്നത് നമ്മൾ കറുത്തത് എന്ന് കാണുന്ന ആ ഭാഗത്തുകൂടി മാത്രമേ നമ്മൾ ഏത് വസ്തുവിനെ കണ്ടാലും വെളിച്ചം അങ്ങോട്ട് കടന്നു പോവുകയുള്ളൂ. അതിനെയാണ് നമ്മൾ കോർണിയ എന്ന് പറയുന്നത്. കോർണിയയുടെ പുറകിൽ ആണ് ആ കറുത്ത സംഗതി ഇരിക്കുന്നത്. അതിനെ മലയാളത്തിൽ മിഴിമണ്ഡലം എന്നാണ് നമ്മൾ പറയുന്നത്. അത് കറുത്ത ഭാഗമാണ്, അത് അതാര്യമാണ് എന്ന് പറഞ്ഞാൽ അതിനകത്തുകൂടി ലൈറ്റ് കടന്നു പോവില്ല. ഇതിൻ്റെ പ്രത്യേകത, ഇത് 2 തരം മസിൽ കൊണ്ടാണ് അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത്. ഒരു മസിൽ ഭാഗമാണത്, മസ്കുലർ ഭാഗമാണത്. ഇതിൻ്റെ നടുവിൽ നമ്മൾ വേറൊരു കറുത്ത ഭാഗം കാണും, മറ്റൊരു കുറച്ചുകൂടി കറുത്ത വട്ടം കാണും. ഈ മിഴിമണ്ഡലത്തിനൊരു പ്രത്യേകതയുണ്ട്. മിഴിമണ്ഡലത്തിന് ആ കളർ നൽകുന്നത് ഒരു രാസവസ്തുവാണ്, മെലാനിൻ എന്ന് പറയുന്ന ഒരു രാസവസ്തുവാണ്. ഈ രാസവസ്തുവിൻ്റെ അളവനുസരിച്ച് കണ്ണിൻ്റെ കളർ മാറും. ബ്രൗൺ ആകും, ബ്ലൂ ആകും, അതുപോലെ തന്നെ കറുപ്പാകും. യൂറോപ്യന്മാരുടെ കണ്ണിൽ ആ ഭാഗത്തെ മെലാനിൻ കുറവുള്ളത് കൊണ്ടാണ് നമുക്ക് അവരുടെ കണ്ണിലേക്ക് നോക്കുമ്പോൾ നീല നിറം തോന്നുന്നത്. അതിൻ്റെ അളവ് കൂടുമ്പോൾ കറുപ്പ് കൂടിക്കൊണ്ടേയിരിക്കും. ഇതിൻ്റെ നടുവിൽ ഒരു കറുത്ത വട്ടമുണ്ട്. അതാണ് നമ്മൾ കൃഷ്ണമണി എന്ന് പറയുന്നത്. ഏതുപോലെ എന്ന് ചോദിച്ചാൽ ഇതുപോലെയാണ് ഇതുണ്ടാവുക. ഇതിൻ്റെ നടുവിലൊരു വട്ടമുള്ളതുപോലെ നമ്മുടെ കണ്ണിൻ്റെ നടുവിലും ഒരു വട്ടമുണ്ട്. നമ്മൾ അതിനെയാണ് കൃഷ്ണമണി എന്ന് പറയുന്നത്. ഇതിനെയാണ് നമ്മൾ മിഴിമണ്ഡലം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഐറിസ് എന്ന് ഇംഗ്ലീഷിലും മലയാളത്തിൽ മിഴിമണ്ഡലം എന്ന് പറയും. ഇതിൻ്റെ നടുവിലൊരു ഹോളുണ്ട്. ഈ ഹോളിനെയാണ് അക്ഷരാർത്ഥത്തിൽ നമ്മൾ കൃഷ്ണമണി എന്ന് പറയുന്നത്. നമ്മൾ പ്രഷ്യസ് ആയിട്ടുള്ള വസ്തുക്കളെ കുറിച്ച് നമ്മൾ പറയാറില്ലേ, ഞാൻ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കുമെന്ന്. പൊതുവിൽ ആളുകൾ ധരിച്ചു വെച്ചിരിക്കുന്നത് കൃഷ്ണമണി എന്ന് പറഞ്ഞാൽ എന്തോ ഉണ്ടച്ച എന്തോ ഒരു സാധനമാണ്, അല്ലെങ്കിൽ ബോൾ പോലത്തെ എന്തോ ഒരു സാധനമാണ്, ഒരു മണി പോലത്തെ ഒരു സാധനമാണ് എന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. യഥാർത്ഥത്തിൽ അതൊരു മണിയുമല്ല, ഒരു ബോളുമല്ല, ഉണ്ടയുമല്ല. ഇതുപോലെ തന്നെ ഒരു ചെറിയ ഹോള് മാത്രമാണ്, അതിൻ്റെ നടുവിലുള്ള ഒരു ഹോള് മാത്രമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഒക്കെ വെളിച്ചം കടന്നു പോകാത്ത ഭാഗങ്ങളായിട്ടിരിക്കുമ്പോൾ ഇതിനകത്ത് മാത്രം പടച്ച തമ്പുരാൻ ഒരു ഹോൾ ഇട്ട് കൊടുത്തു. അതിനെയാണ് നമ്മൾ കൃഷ്ണമണി എന്ന് പറയുന്നത്.
ഈ കൃഷ്ണമണിയുടെ ആ ഹോളിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് നമ്മളൊന്ന് ആലോചിക്കേണ്ടത്, ഇത് ഇത്രയും വീതി മാത്രമേ അതിനുണ്ടാകൂ. ഈ കാണുന്ന ഇങ്ങോട്ടല്ല, ഇങ്ങനെയുള്ള അത്രയും ചെറിയ വീതി മാത്രമേ ആ ഹോളിനുള്ളൂ. ഇവിടെ വെച്ച് നമ്മൾ ചിലത് മനസ്സിലാക്കണം. നമ്മുടെ കണ്ണിൻ്റെ ആകെ മൊത്തം അളവ് എന്ന് പറയുന്നത് ഇത്രയും മാത്രമാണ് നമ്മുടെ കണ്ണിൻ്റെ അളവ് എന്ന് പറയുന്നത്. ഈ വീതി മാത്രമേ ഉള്ളൂ. അത് 24 മില്ലിമീറ്റർ മാത്രമാണ് നമ്മുടെ കണ്ണിൻ്റെ അളവ്. ചെറിയ ഡിഫറൻസ് ഉണ്ടാകുമെന്ന് മാത്രം, ചിലപ്പോൾ 25 ആകും എന്ന് മാത്രമേ ഉള്ളൂ. അതിനകത്താണ് ഞാൻ ഇന്ന് പറയുന്ന എല്ലാ സംവിധാനങ്ങളും അള്ളാഹ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ നമുക്ക് ചില കാര്യങ്ങൾ ചിന്തിക്കാനുണ്ട്. ഒന്നാമത്തേത്, ഡാർവിനിസ്റ്റുകൾ, പരിണാമവാദികൾ പറയുന്നതും നാസ്തികർ പറയുന്നതും ഈ മനുഷ്യൻ്റെ സൃഷ്ടിപ്പിലോ ആ മനുഷ്യൻ്റെ അവയവങ്ങളുടെ സെറ്റപ്പുകളിലോ ഒന്നും ഒരു ഇൻ്റലിജൻ്റ് ഡിസൈനറുടെ ഒരു ബുദ്ധി ഒന്നും പുറകിൽ പ്രവർത്തിച്ചിട്ടില്ല. പകരം ഇതൊക്കെ ഇവിടെ ഉണ്ടായിട്ടുള്ളത് സ്പോണ്ടേനിയസ് മ്യൂട്ടേഷനിലൂടെയാണ്, അതായത് റാൻഡം ചേഞ്ചിലൂടെയാണ്. എന്ന് പറഞ്ഞാൽ ആകസ്മികവും അന്ധവുമായ മാറ്റങ്ങളിലൂടെയാണ് ഈ അവയവങ്ങളെല്ലാം ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ളത്. ആകസ്മികം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പെട്ടെന്നുള്ള ചില മാറ്റങ്ങൾ, യാദൃച്ഛികമായ മാറ്റങ്ങൾ, ഒന്നും ബോധപൂർവം സംഭവിക്കുന്നതല്ല. പെട്ടെന്നുള്ള മാറ്റങ്ങളും കാലങ്ങൾ എടുത്തുകൊണ്ടുള്ള ചെറിയ ചെറിയ മാറ്റങ്ങളിലൂടെയാണ് മനുഷ്യനും അവൻ്റെ സങ്കീർണമായ മുഴുവൻ അവയവങ്ങളും രൂപപ്പെട്ടിട്ട് വന്നിട്ടുള്ളത് എന്നാണ് ഡാർവിനിസ്റ്റുകളും നാസ്തികരും, പരിണാമവാദികളും നാസ്തികരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മുടെ മനസ്സിൽ വേണം. ഇതാണ് ഇവരുടെ വാദം, അടിസ്ഥാനപരമായ വാദം അതാണ്. ആ വാദം മനസ്സിലായാലാണ് നമുക്ക് നമ്മൾ പറയുന്ന ബാക്കി കാര്യങ്ങൾ മനസ്സിലാകുകയുള്ളൂ. അവരുടെ വാദം എന്താണെന്ന് ചോദിച്ചാൽ, കയ്യാവട്ടെ, കണ്ണാവട്ടെ, തലച്ചോറാവട്ടെ, ഇന്റേണൽ ഓർഗൻസ് ആകട്ടെ, അകത്തുള്ള ലിവറാകട്ടെ, മറ്റെന്തുമാകട്ടെ, എല്ലാം ഉണ്ടായി വന്നിട്ടുള്ളത് ആരെങ്കിലും പുറകിൽ നിന്ന് അല്ലെങ്കിൽ ആരെങ്കിലും അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നില്ല. നമ്മൾ ദൈവമുണ്ടെന്ന് പറയുന്നു, അള്ളാഹു ഉണ്ടെന്ന് പറയുന്നു. അവർ പറയുന്നത് അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. മറിച്ചൊരു ഏകകോശി ജീവി മാറി മാറി നൂറ്റാണ്ടുകളും കോടിക്കണക്കിന് വർഷങ്ങളും എടുത്ത് അന്ധമായ യാദൃശികമായ മാറ്റങ്ങളിലൂടെയാണ് ഈ അവയവങ്ങളെല്ലാം ഉണ്ടായിട്ടുള്ളത്. അതിലേറ്റവും സങ്കീർണമായ കണ്ണും ഉണ്ടായിട്ടുള്ളത് എന്നാണ് പറയുന്നത്. അത് മനസ്സിലാക്കിയാലാണ് നമുക്ക് ബാക്കി പറയുന്ന കാര്യങ്ങളുടെ ഗൗരവവും അതിനകത്ത് അത്ഭുതവും ഇവർ പറയുന്നതിലെ മണ്ടത്തരവും നമുക്ക് തിരിയുകയുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു, ഇതിൻ്റെ നടുവിൽ ഒരു ഹോളുണ്ടെന്ന് പറഞ്ഞു. ഈ ഹോളിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ആ ഹോള് ചുരുങ്ങുകയും വികസിക്കുകയും ചെയ്യും. അതാണ് ആ ഹോളിൻ്റെ പ്രത്യേകത. അത് മണിയല്ല, ബോളല്ല, ഉരുണ്ട ഒരു വസ്തുവല്ല. ഇതുപോലുള്ള വസ്തുവിൻ്റെ നടുവിലിരിക്കുന്ന ഒരു ഹോള് മാത്രമാണ്. ഈ ഹോള് ചൂണ്ടിക്കാണിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത്രയും വലിയ ഹോൾ ഉണ്ടാവുന്നു. ഇത്രയും വലിയ ഹോളൊന്നുമല്ല. ആ ഹോളിൻ്റെ അളവാണ് ഞാൻ പറഞ്ഞത്, വെറും 3 മില്ലിമീറ്റർ. ഇത്രയും മാത്രമാണ് ഉണ്ടാവുക. ഇത്രയും മാത്രം വീതിയാണ് ഉണ്ടാവുക, പൊക്കമല്ല. ഇത്രയും മാത്രം വീതി, 3 മില്ലിമീറ്റർ. 10 മില്ലിമീറ്റർ ആണ് 1 സെന്റിമീറ്റർ. 1 സെന്റിമീറ്റർ പോലുമില്ല. 1 സെന്റിമീറ്ററിനെ 10 ആക്കിയാൽ അതിൽ 3 ഭാഗത്തിന്റെ വീതി മാത്രമേ ആ ഹോളിനുള്ളൂ. ആ ഹോളിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ആ ഹോൾ ചുരുങ്ങുകയും വികസിക്കുകയും ചെയ്യും. ഒരു മനുഷ്യന്റെ കണ്ണിലേക്ക് നിങ്ങൾ ടോർച്ചടിച്ചാൽ ആ വട്ടം ചുരുങ്ങുന്നത് കാണാൻ പറ്റും. അതേസമയം നിങ്ങൾ വലിയ വെളിച്ചമില്ലാത്ത ഒരു സ്ഥലത്തേക്ക് കടന്നു ചെന്നാൽ ആ വട്ടം വികസിക്കുന്നത് കാണാൻ പറ്റും. നമുക്ക് കാണാൻ പറ്റും, പുറത്തുനിന്ന് കാണാൻ പറ്റും. അത് ഒരാളുടെ കണ്ണിലേക്ക് ടോർച്ചടിച്ചാൽ കാണാൻ പറ്റും. അതല്ലെങ്കിൽ നമ്മളൊരു കണ്ണാടി എടുത്ത് മുമ്പിൽ വെച്ചതിന് ശേഷം നമ്മൾ സൂര്യ വെളിച്ചത്തിലേക്ക് ചെന്നാൽ ഇത് ചുരുങ്ങുന്നത് കാണാൻ പറ്റും. നമ്മൾ ഇരുട്ടുമുറിയിലേക്ക് ചെന്നാൽ അത് വികസിക്കുന്നത് കാണാൻ പറ്റും. അതെന്തിനാണെന്ന് ചോദിച്ചാൽ, നമ്മുടെ കണ്ണിലേക്ക് കടന്നു വരേണ്ട ഒരു പ്രകാശത്തിന്റെ അളവുണ്ട്. വലിയ വെളിച്ചത്തിൽ ചെന്ന് നമ്മൾ നിന്നാൽ ആ വെളിച്ചത്തിൽ നിന്ന്, ഇപ്പം ഞാൻ നിങ്ങളെ കാണുന്നത്, നിങ്ങളുടെ ശരീരത്തിൽ അടിക്കുന്ന വെളിച്ചം അത് റിഫ്ലക്റ്റ് ചെയ്ത് എൻ്റെ കണ്ണിലേക്ക് വരുമ്പോഴാണ് ഞാൻ നിങ്ങളെ കാണുന്നത്. അങ്ങനെ വെളിച്ചമില്ലാതെ വരുമ്പോഴാണ് നിങ്ങളെ എനിക്ക് കാണാൻ പറ്റാതെ വരുന്നത്. അല്ല, നിങ്ങളവിടെ ഇല്ലാത്തത് കൊണ്ടോ ഉള്ളതല്ല പ്രശ്നം. നിങ്ങളുടെ ശരീരത്തിൽ വെളിച്ചം അടിക്കുന്നുണ്ടോ? വെളിച്ചം അടിക്കുന്നുണ്ടെങ്കിൽ ആ വെളിച്ചം നിങ്ങളുടെ ശരീരത്തിൽ അടിച്ച് എൻ്റെ കണ്ണിലേക്ക് പ്രതിഫലിക്കുമ്പോഴാണ് ഞാൻ നിങ്ങളെ കാണുന്നത്. ഒരു മരത്തെ കാണണമെങ്കിൽ അതും അങ്ങനെ തന്നെയാണ്. ആ മരത്തിൻ്റെ ഇലകളിലേക്ക്, അതുപോലെ തന്നെ കൊമ്പുകളിലേക്ക് വെളിച്ചം അടിച്ചിട്ട് ആ വെളിച്ചം റിഫ്ലക്റ്റ് ചെയ്ത് എൻ്റെ കണ്ണിലേക്ക് വരുമ്പോഴാണ് അവിടെ ഒരു മരം നിൽപ്പുണ്ട് എന്ന് എനിക്ക് മനസ്സിലാവുക. അല്ലെങ്കിൽ ആ മരത്തെ എനിക്ക് കാണാൻ പറ്റില്ല. വെളിച്ചമില്ല, ഞാൻ മരത്തെ വെളിച്ചമില്ലാത്തടത്ത് നമ്മളൊന്നും കാണാത്തത് കൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ആ വെളിച്ചം വല്ലാണ്ട് കൂടുതലായിട്ട് നമ്മുടെ കണ്ണിലേക്ക് വരാൻ പാടില്ല. കണ്ണിലേക്ക് വന്നാൽ നമുക്ക് കാഴ്ച ശരിയാവില്ല. മാത്രമല്ല, കണ്ണിനകത്തുള്ള പലതിനും ഡാമേജ് ഉണ്ടാക്കും. അതുകൊണ്ട് ഒരു നിശ്ചിത അളവ് വെളിച്ചം മാത്രമേ
ഈ പറഞ്ഞ ചെറിയ ദ്വാരത്തിലൂടെ അകത്തോട്ട് കടക്കാൻ പാടുള്ളൂ. അപ്പോൾ വലിയ വെളിച്ചത്തിൽ നമ്മൾ ചെന്ന് നിൽക്കുമ്പോൾ ആ വെളിച്ചത്തിൻ്റെ വലിയ അളവ് കണ്ണിലേക്ക് പ്രവേശിക്കാതിരിക്കാൻ വേണ്ടി കണ്ണ് ആ ഹോളൊന്ന് ചുരുങ്ങി കൊടുക്കും. കുറച്ച് വെളിച്ചമേ അകത്തേക്ക് കടക്കാൻ പാടുള്ളൂ. ആ വസ്തുവെ കാണാനുള്ള വെളിച്ചം മാത്രം അകത്തോട്ട് കടന്നാൽ മതി. അതേസമയം നമ്മൾ ഒരു ഇരുട്ട് പിടിച്ച ഒരു സ്ഥലത്തേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ ആ വസ്തുവിനെ നമുക്ക് അത്ര വ്യക്തമായിട്ടല്ലെങ്കിലും ആ വസ്തുവിനെ കാണാൻ കൂടുതൽ വെളിച്ചത്തിൻ്റെ പ്രകാശരശ്മികൾ കണ്ണിനകത്തേക്ക് കടക്കേണ്ടതുണ്ട്. എങ്കിൽ അതിനെ കാണാൻ നമുക്ക് പറ്റുള്ളൂ. അതിനു വേണ്ടിയിട്ട് കണ്ണൊന്ന് ആ പറയുന്ന ഹോളൊന്ന് വികസിച്ചു കൊടുക്കും. ഈ രണ്ട് പരിപാടിയും നടക്കുന്നത് രണ്ട് തരം മസിലുകൾ അതിസങ്കീർണമായി ആന്റഗോണിസ്റ്റിക് മൂവ്മെന്റ് എന്ന് അതിൻ്റെ സാങ്കേതിക ഭാഷയിൽ പറയും. ഒന്ന് വികസിക്കുമ്പോൾ മറ്റൊന്ന് ചുരുങ്ങും, മറ്റൊന്ന് വികസിക്കുമ്പോൾ മറ്റേത് ചുരുങ്ങും. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇത് വർക്ക് ചെയ്യുമ്പോഴാണ് ഇത് ചുരുങ്ങുകയും വികസിക്കുകയും ചെയ്യുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, എത്രമാത്രം അത്ഭുതമാണ് അവിടെ നടക്കുന്നതെന്നറിയാമോ? അതിനെ നിയന്ത്രിക്കുന്നതാകട്ടെ തലച്ചോറാണ്. അവിടെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ പിന്നെ അത് ചുരുങ്ങലും ഇല്ല, അത് വികസിക്കലും ഇല്ല. പക്ഷെ നമ്മൾക്ക് എത്ര നാളായിട്ട് ഈ ചുരുങ്ങലും വികസിക്കലും വല്ല പ്രശ്നമായിട്ട് തോന്നിയിട്ടുണ്ടോ? നമ്മൾ അറിയുന്നുണ്ടോ അത് ചുരുങ്ങുന്നത്? നമ്മൾ അറിയുന്നുണ്ടോ അത് വികസിക്കുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. അത്രയും ചെറിയ ഹോൾ, അവിടെ അത് വെളിച്ചം വരുന്നതിൻ്റെ അളവനുസരിച്ച് ആ ഹോള് അതിൻ്റെ അളവനുസരിച്ചാണ് ചുരുങ്ങുന്നത്. ഇവിടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാനുണ്ട്. നമുക്ക് ചിന്തിക്കാനുണ്ട് അവിടെ. ഇവരീ പറയുന്നത് പോലെ യാദൃച്ഛികവും അന്ധവുമായിട്ടുള്ള ചില മാറ്റങ്ങളിലൂടെയാണ് ഇത് ഉണ്ടാകുന്നതെങ്കിൽ അവിടെ സംഭവിക്കാവുന്ന കാര്യം എന്തായിരിക്കും? ഒന്ന്, ആ ഹോൾ ഒരു വലുതായി ഇങ്ങനെ നിൽക്കുക, ആവശ്യത്തിന് വെളിച്ചം കടന്നോട്ടെ എന്ന് വിചാരിച്ച് യാദൃച്ഛികമായിട്ട് ആ ഹോൾ ഉണ്ടാവുക. അവിടെ മാത്രം ആ ഹോൾ എങ്ങനെയാണ് ഉണ്ടാവുക എന്നത് വലിയൊരു ചോദ്യമാണ്. ഒരു ഡിസ്ക് പോലെ ഇങ്ങനെ ഒരു സാധനം അവിടെ ഇരിക്കുന്നു, അതിൻ്റെ നടുവിൽ ഒരു ഹോൾ ഉണ്ടാകുന്നു, യാദൃച്ഛികമായിട്ട് ഉണ്ടാകുന്നു. ആ ഹോൾ അങ്ങനെ ഉണ്ടായി പെർമനന്റ് ആയിട്ട് ആ ഹോൾ നിൽക്കുകയല്ല ചെയ്യുന്നത്. പെർമനന്റ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെയും സമ്മതിക്കാം അതങ്ങനെ ഉണ്ടാവും എന്ന്. പക്ഷെ പെർമനന്റ് ആയിട്ട് നിൽക്കുന്നതിന് പകരം ആ ഹോളിലൂടെ കടക്കുന്ന വെളിച്ചത്തിന്റെ ഇന്റൻസിറ്റി, തീഷ്ണത അനുസരിച്ച് ആ ഹോള് ചുരുങ്ങുകയും ആ ഹോള് വികസിക്കുകയും ചെയ്യും. ഇത് അതിന്റെ പുറകിൽ ഒരു ബുദ്ധി പ്രവർത്തിക്കാതെ എങ്ങനെയാണ് ആ ഹോൾ അങ്ങനത്തെ ഒരു സ്വഭാവം പ്രകടിപ്പിക്കുന്നത്? ഒന്നുകിൽ അവിടെ മൊത്തം മൂടിപ്പോവുക, അതല്ലെങ്കിൽ അവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ടാവുക, ആ ഓപ്പണിംഗ് അങ്ങനെ തന്നെ നിൽക്കുക. അതിന് പകരം അത് ആവശ്യമനുസരിച്ച് ചുരുങ്ങുകയും ആവശ്യമനുസരിച്ച് വികസിക്കുകയും ചെയ്യുന്നു എന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പം നമ്മൾ പറഞ്ഞു, കോർണിയ എന്ന് പറയുന്നൊരു സാധനമുണ്ട്, അതിൻ്റെ പുറകിൽ ഐറിസ് എന്ന് പറയുന്ന ഒരു വട്ടമുണ്ട്. ആ വട്ടത്തിൻ്റെ വലിപ്പം തുറണ്ടെന്നറിയാമോ? ഞാനിപ്പോൾ ഈ പറഞ്ഞല്ലോ, ഈ വട്ടമൊന്നും അല്ല അതിനുള്ളത്. ഇത്രയും വീതി മാത്രമേ അതിനുള്ളൂ. ഈ കാണുന്ന വീതി മാത്രമേ അതിനുണ്ടാവൂ. അതിനകത്താണ് ഈ ഹോൾ ഉള്ളത്. ഈ 3 മില്ലിമീറ്റർ ഹോൾ ഉള്ളത് ഇത്രയും വീതിയുള്ള ആ ചെറിയ സാധനത്തിനകത്താണ്. അതാണ് ഈ വികസിക്കും ചുരുങ്ങും എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ പുറകിൽ നമ്മളൊന്ന് ആലോചിക്കേണ്ടത്, നമ്മൾ എന്തെല്ലാം വൃത്തികേടുകളിലേക്ക് നോക്കുന്നു, നമ്മൾ എന്തെല്ലാം വൃത്തികേടുകൾ കാണുന്നു. ആ കാണുമ്പോഴെല്ലാം നമ്മൾക്കൊരു ഭാരവും ഉണ്ടാക്കാതെ അതിൻ്റെ എല്ലാ അഡ്ജസ്റ്റ്മെന്റുകളും കൃത്യമായി നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ നിങ്ങൾക്ക് 2 കണ്ണുകൾ തന്നു, നിങ്ങൾക്ക് കാത് തന്നു, നിങ്ങൾക്ക് ഹൃദയം തന്നു, പക്ഷേ നിങ്ങൾ തുച്ഛമായ നന്ദി മാത്രമേ എന്നോട് നിങ്ങൾ കാണിക്കുന്നുള്ളൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. തുച്ഛമായ നന്ദി മാത്രമേ നിങ്ങൾ എന്നോട് കാണിക്കുന്നുള്ളൂ. ഈ പറയുന്ന ഒരു സാധനം ഞാൻ പറഞ്ഞല്ലോ, മിഴിമണ്ഡലം എന്ന് മലയാളത്തിൽ പറയുന്ന ഒരു സാധനം, ഇതിന്റെ പുറകിൽ ഇതിങ്ങനെ ഇരിക്കുന്ന ഒരു ഗ്ലാസ് ഉണ്ട്. ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഗ്ലാസ് ഇതിന്റെ മറവിലിരിപ്പുണ്ട്, ഇതിന്റെ പുറകിലിരിപ്പുണ്ട്. ഇതിങ്ങനെ ഈ ഗ്ലാസ് ഇരിക്കുന്നത് നമ്മൾ കണ്ണിൽ തൊട്ടാൽ അതിൽ നിന്ന് 5 മില്ലിമീറ്റർ മാത്രം അകലത്തിലാണ് ഇതിന്റെ പുറകിലിരിക്കുന്നത്. ഈ ഗ്ലാസിന്റെ പ്രത്യേകത, ഈ ഗ്ലാസ് പ്ലെയിൻ അല്ല. ഇതിനെ ഇംഗ്ലീഷിൽ പറയുന്നത് കോൺവെക്സ് ലെൻസ് എന്നാണ്. ബൾജ് ചെയ്താണ് ഇരിക്കുന്നത്. ഇങ്ങനെയാണ് ലെൻസ് ഇരിക്കുന്നത്. ഇങ്ങനെയാണ് ലെൻസ് ഇരിക്കുക എന്നൊക്കെ പറയുമ്പോൾ, ഞാനിപ്പോൾ ഇത് കാണിക്കുമ്പോൾ നിങ്ങൾ ഇത്രയും വലിയൊരു ലെൻസാണ് ഇതിനകത്ത് ഇരിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കരുത്. ആ ലെൻസിന്റെ ആകെ വീതി എത്രയെന്ന് ചോദിച്ചാൽ ആകെ ഇത്രയും വീതി മാത്രമേ അതിനുണ്ടാവുള്ളൂ. ഇത് ഇങ്ങനത്തെ ഒരു ലെൻസാണ്. ഈ വീതി മാത്രമുള്ള ഒരു ലെൻസാണ് കോൺവെക്സ് ലെൻസ് എന്ന് പറയുന്നത്. ആ ലെൻസിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സീലിയറി എന്ന് പറയുന്ന ഒരു പേശിയിൽ നിന്ന് 4 പോലുള്ള വസ്തുക്കൾ ചുറ്റും നെയ്തെടുത്തിട്ട് അതിനകത്ത് ഈ ലെൻസ് തൂങ്ങി നിൽക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ നടുവിൽ ഈ പറയുന്നതിൻ്റെ പുറകിലായി ഇതിന് അഭിമുഖമായി ഇങ്ങനെ നിൽക്കുകയാണ്.
ആദ്യം പ്രകാശം നമ്മുടെ കണ്ണിലെ ആ കോർണിയ എന്ന് പറയുന്ന മുമ്പിൽ നിന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റില്ലെങ്കിൽ അത് ബൾജ് ചെയ്താണ് ഇരിക്കുന്നത്. അത് ഇങ്ങനെ നേരെയല്ല ഇരിക്കുന്നത്, അത് ബൾജ് ചെയ്താണ് ഇരിക്കുന്നത്. അതിനകത്തുകൂടി പ്രകാശം കടന്ന്, പ്രകാശം ഈ ഹോളിലൂടെ കടന്ന്, എന്നിട്ട് പ്രകാശം ഈ പറയുന്ന ലെൻസിൽ പതിക്കും. ഈ ലെൻസിന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത അപാരമായൊരു ശേഷിയുണ്ട്. ഈ ലെൻസിന്റെ ശേഷി എന്താണെന്ന് ചോദിച്ചാൽ, നേരത്തെ നമ്മൾ ഐറിസിനകത്തുള്ള നമ്മൾ പറഞ്ഞല്ലോ കൃഷ്ണമണിക്ക് അള്ളാഹു കൊടുത്ത ശേഷി വെളിച്ചത്തിന്റെ ഇന്റൻസിറ്റി അനുസരിച്ച് അതിന്റെ വട്ടം കുറയുകയും വെളിച്ചം കുറയുന്നതനുസരിച്ച് അതിന്റെ വട്ടം കൂടുകയും ചെയ്യുന്ന ശേഷിയാണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ, ഈ ലെൻസിന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിട്ടുള്ളത്, ആ ലെൻസ് ഇങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ ലെൻസിന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിട്ടുള്ള ശേഷി, ഈ ലെൻസിന് ഇങ്ങനെ ഇരിക്കാനും ഇങ്ങനെ ഇരിക്കാനുള്ള കഴിവുണ്ട്. ഇങ്ങനെ ഇരിക്കാൻ ഇത് വരുന്നതനുസരിച്ച് വ്യത്യാസങ്ങൾ വരുത്താനുള്ള ശേഷിയുണ്ട്. അതെന്തിനാണെന്ന് ചോദിച്ചാൽ മറ്റൊന്നിനുമല്ല, വെളിച്ചത്തിന്റെ തീവ്രത അനുസരിച്ചാണ് കൃഷ്ണമണിയുടെ അളവ് ചുരുങ്ങുകയും വികസിക്കുകയും ചെയ്യുന്നതെങ്കിൽ, നമ്മൾ കാണുന്ന വസ്തുവിന്റെ ദൂരം അനുസരിച്ച് ഈ ലെൻസ് ഇങ്ങനെയാവുകയും ചെയ്യും. അത് ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കും. അത് തലച്ചോറിൽ ആ മസിലുമായി ബന്ധപ്പെട്ട അള്ളാഹു സംവിധാനിച്ച, അതൊക്കെ ഇവിടെ പറയാൻ ഒരുപാട് പരിമിതി ഉള്ളത് കൊണ്ടാണ് നമ്മൾ പറയാത്തത്. അത്യത്ഭുതകരമായ പ്രവർത്തനങ്ങൾ നടക്കുന്നത് കൊണ്ടാണ് അതൊക്കെ നടക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ നടക്കുന്നത് ഒന്നും നമ്മൾ അറിയുന്നില്ല, ഒരൊച്ചയില്ല, ഒരു ബഹളവും ഇല്ല, ഒന്നും നമ്മൾ അറിയണില്ല. അപ്പൊ നമ്മൾ ഒരു വസ്തു, വളരെ ദൂരത്തിലുള്ള വസ്തുവാണ് കാണുന്നതെങ്കിൽ, ഞാനിപ്പോ ഇവിടെ ഇരിക്കുന്ന ഇദ്ദേഹത്തിനെയാണ് കാണുന്നതെങ്കിൽ, ആ ലെൻസ് അതിന്റെ വക്രത കൂട്ടും, ഇങ്ങനെ കൂട്ടിക്കൊണ്ടുവരും. കാരണം അടുത്ത് നിൽക്കുന്ന വസ്തുവിനെ കാണണമെങ്കിൽ ഇതിന് വക്രത കൂടണം. അതിന് കാരണങ്ങളുണ്ട്. ഫോക്കൽ ലെങ്ത് വ്യത്യാസപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ വക്രത. ക്യാമറയുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ഇതിനകത്ത് ഇരിപ്പുണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് മനസ്സിലാകും. അഥവാ ഇതിന്റെ വക്രത കൂട്ടും, അഥവാ ഈ ബെൻഡ് കൂട്ടും. ഈ ബെൻഡ് കൂട്ടിയാലാണ് എനിക്ക് അടുത്തിരിക്കുന്ന ആളെ കാണാൻ പറ്റുള്ളൂ. അതേസമയം ഞാൻ ദൂരേട്ട് നോക്കിയാൽ ആ പുറകിലിരിക്കുന്ന ആളെ എനിക്ക് കാണണമെങ്കിൽ ലെൻസ് അതിന്റെ വക്രത കുറച്ചു തരും. എങ്കിലാണ് ആ ലെൻസിന് ഫോക്കൽ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ആ ഇരിക്കുന്ന ആളെ എനിക്ക് വ്യക്തത ആളെക്കുറിച്ച് എനിക്ക് ഉണ്ടാവുകയുള്ളൂ. നമ്മളറിയാതെ ആ ലെൻസ് വികസിക്കുകയും ആ ലെൻസ് ചുരുങ്ങുകയും ചെയ്യും. നമ്മൾ മനസ്സിലാക്കേണ്ടത്, അന്ധവും അതുപോലെ തന്നെ യാദൃച്ഛികവും സ്പോണ്ടേനിയസുമായിട്ടുള്ള ഒരു മാറ്റത്തിലൂടെയാണ് ഇത് ഉണ്ടായിട്ടുള്ളതെങ്കിൽ, ഇങ്ങനെ ഒരു ലെൻസ് അവിടെ വരാം, നമ്മൾ സമ്മതിക്കുന്നു. ഒരു ലെൻസ് സ്വാഭാവികമായിട്ടും മാറ്റം വന്നപ്പോൾ ഇങ്ങനെ ഒരു ലെൻസ് വരാം. പക്ഷേ ആ ലെൻസ് കാണുന്ന വസ്തുവിന്റെ ദൂരവും അടുപ്പവും അകലവും അനുസരിച്ച് ഇത് വികസിക്കുകയും ചുരുങ്ങുകയും ചെയ്യണം, ബൾജ് ചെയ്യുകയും നീരുകയും ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ പുറകിൽ കൃത്യമായ ഒരു ആസൂത്രണമില്ലാതെ എങ്ങനെ നടക്കും എന്ന് നമ്മളൊന്ന് ആലോചിക്കണം. ആലോചിച്ച് നോക്കൂ. എത്രമാത്രം നമ്മൾ 1000 സുബ്ഹാനല്ലാഹ് പറഞ്ഞു പോകും. അക്ഷരാർത്ഥത്തിൽ ഇത് നിങ്ങളൊന്ന് പഠിക്കാൻ ശ്രമിച്ചാൽ, ഇതിനകത്ത് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളുണ്ട്, എനിക്ക് അവരോട് പറയാനുള്ളത്, പിന്നെ നമ്മൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കണം. എന്തോ ഒരു സമയം നമ്മൾ എന്തെല്ലാം സൊറ പറഞ്ഞ് ജീവിതം നശിപ്പിക്കുന്നു. കുറച്ച് സമയമെടുത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആവശ്യപ്പെട്ട കാര്യമല്ലേ. ഞാൻ പറയുന്നു, ഇബാദത്തുകളിൽ ഏറ്റവും വലിയൊരു ഇബാദത്താണ് ചിന്തിക്കുക എന്ന് പറയുന്ന ഇബാദത്ത്. നമ്മൾ പലവട്ടം പറഞ്ഞു പോയതാണ്. അതിൽ ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ടത് നമ്മുടെ അവയവങ്ങളെ കുറിച്ചാണ്. അതാണ് അല്ലാഹ് തന്നെ പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിലേക്ക് നോക്ക്, എന്തെല്ലാം സങ്കീർണതകൾ ഞാൻ അതിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. നിങ്ങൾ അതിലൂടെയൊക്കെ പോകുന്നുണ്ട്, പക്ഷേ നിങ്ങളൊന്നും തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അപ്പൊ ആ ലെൻസിൽ ഇത് പതിക്കുകയാണ്. ആ ലെൻസ് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, കണ്ണിന്റെ മുൻപിൽ നമ്മൾ കാണുന്ന ആ കോർണിയ എന്ന് പറഞ്ഞ, എന്നാൽ ഈ വെളുത്ത ഗ്ലാസ് കളർ, ഇതുപോലത്തെ ഗ്ലാസ് കളറാണ് അതിനുള്ളത്. അതുകൊണ്ടാണ് നമുക്ക് ഫ്രണ്ടിൽ നിന്ന് കാണാൻ പറ്റാത്തത്. ആ പുറകിലെ ബ്ലാക്ക് കാണുന്നത് ഇതിന്റെ പുറകിലാണ് ഉള്ളത്, ആ ബ്ലാക്ക്. പക്ഷെ എന്നിട്ടും നമ്മൾ ഇത് കാണാതെ ബ്ലാക്ക് കാണുന്നത് ഇതിന്റെ കളർ ഇങ്ങനെ ആയതുകൊണ്ടാണ് നമുക്കത് കാണാൻ പറ്റാത്തത്. ഇതിങ്ങനെ ആയാലാണ് ഈ കോർണിയ എന്ന് പറയുന്ന ഭാഗം, ഫ്രണ്ടിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഭാഗം ട്രാൻസ്പെറന്റ് ആയാലാണ് പ്രകാശത്തെ കടത്തിവിടുകയുള്ളൂ. ആ പ്രകാശത്തെ നേരെ തന്നെ ലെൻസിലേക്ക് കടത്തിവിടാമല്ലോ. ഇവർ പറയുന്നത് പോലെ യാദൃച്ഛികമായിട്ട് സംഭവിക്കുന്നതാണെങ്കിൽ ആ പ്രകാശത്തെ നേർക്ക് നേരെ ഈ ലെൻസിലേക്ക് കടത്തിവിടാം. അതിന് പകരം ക്യാമറയിലെ ഡയഫ്രം പോലുള്ള ഒരു വസ്തുവിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ മുൻപിൽ കൊണ്ടുവന്ന് സെറ്റ് ചെയ്തു. ആ സെറ്റ് ചെയ്തത് ചുറ്റും മറച്ചുകൊണ്ടാണ്, നടുവിൽ ഒരു ഹോൾ ഇട്ടുകൊണ്ടാണ്. ഈ കോർണിയയുടെയും ഈ ലെൻസിന്റെയും ഇടയിൽ ഒരു ചേംബറാണുള്ളത്. ഇപ്പൊ ഇതിങ്ങനെ വച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ. ഈ ഗ്യാപ്പിൽ ഒരു ലിക്വിഡ് ഉണ്ട്, അക്യൂസ് ചേംബർ എന്നാണ് അതിനെ പറയുന്നത്. ഒരറയുണ്ട്.
ആ അറ എന്ന് പറഞ്ഞാൽ വലിയകാട്ട അറയൊന്നുമല്ല, ഒരു ചെറിയ ഗ്യാപ്പാണ്. അഥവാ ഈ കണ്ണിന്റെ മുൻപിൽ കാണുന്ന ആ കോർണിയയും ഈ ലെൻസിന്റെയും ഇടയിലുള്ള ഒരു അറയാണ്. ഈ അറക്കൊരു പ്രത്യേകതയുണ്ട്. ഈ അറയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഈ ലെൻസിന് ഒരു ട്രാൻസ്പെറൻസി ഉണ്ട്. ഈ ലെൻസിന്, ഈ കണ്ണിനും കണ്ണിന്റെ മുൻപിലുള്ള അവയവത്തിനും അതിൻ്റെ ആ ഒരു സ്വഭാവം നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ അവക്ക് എന്തൊക്കെ വേണം? അവക്ക് ഓക്സിജൻ വേണം, അവയ്ക്ക് ഗ്ലൂക്കോസ് വേണം, വേണ്ട മറ്റു പോഷകങ്ങൾ കിട്ടിയാലാണ്. ഇതൊരു അവയവാണല്ലോ, അല്ലാതെ ഇതുപോലെ ഡിസ്കോ പോലെ ഉണ്ടാക്കി വെച്ചേക്കുന്ന സാധനമല്ലല്ലോ, പിന്നെ ഒന്നും ആവശ്യമില്ലാത്ത വിധം അവയവമാണ്. ആ അവയവം ശരിയായ അതിൻ്റെ സ്വഭാവം പ്രകടിപ്പിച്ചാലാണ് നമുക്ക് മനുഷ്യരെ കാണാൻ പറ്റുള്ളൂ. ആ അവയവം അതിൻ്റെ സ്വഭാവം പ്രകടിപ്പിക്കാതെ വരുമ്പോഴാണ് നമുക്ക് തിമിരം ഉണ്ടാകുന്നത്, ഗ്ലൂക്കോമ ഉണ്ടാകുന്നത്, അങ്ങനെ കണ്ണുമായി ബന്ധപ്പെട്ട മറ്റ് അസുഖങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ അത് നിലനിർത്താൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഫ്രണ്ടിൽ കാണുന്ന കോർണിയയുടെയും ഈ പുറകിൽ കാണുന്ന ലെൻസിന്റെയും ഇടയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ലിക്വിഡ് നിറച്ചിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിൽ ഏത് അവയവത്തിനും വേണ്ട ഓക്സിജനും അതിനു വേണ്ട ഗ്ലൂക്കോസും എല്ലാം നൽകുന്നത് നമ്മുടെ രക്തമാണ്. നമ്മുടെ രക്തമാണ് എല്ലാ സ്ഥലത്തും എല്ലാ അവയവത്തിനും ഇത് നൽകുന്നത്. അതുകൊണ്ടാണ് ബ്ലഡ് ഷുഗർ നമ്മൾ നോക്കുന്നത്. ബ്ലഡിൽ ആ ഗ്ലൂക്കോസ് ഉണ്ട്, ആവശ്യത്തിന് അവയവങ്ങൾക്ക് അത് കിട്ടണം. നമ്മൾ ശ്വസിക്കുന്ന വായു ശ്വാസകോശത്തിൽ നിന്ന് എല്ലാ അവയവങ്ങളിലെ എല്ലാ കോശങ്ങളിലേക്കും അല്ലാഹു രക്തത്തിലൂടെ വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് രക്തം ചെയ്യും, എല്ലാ അവയവത്തിലും രക്തമാണത് ചെയ്യുന്നത്. പക്ഷേ അത്യത്ഭുതകരമായ ഒരു സംഗതി, ആ ചേംബറിനകത്തും രക്തമുണ്ടെങ്കിൽ ഈ പണി അവിടെ നടക്കും. പക്ഷേ സുബ്ഹാനല്ലാഹ്, അവിടെ രക്തമാണ് കടന്നു ചെല്ലുന്നതെങ്കിൽ പിന്നെ നമുക്ക് കാഴ്ച ഉണ്ടാവില്ല, പിന്നെ കാണാൻ പറ്റില്ല. കാരണം എന്താ? രക്തം ഒപ്പേക്കാണ്, രക്തത്തിലൂടെ പ്രകാശം കടക്കില്ല. രക്തത്തിലൂടെ പ്രകാശം കടക്കാത്തത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ പടച്ച തമ്പുരാൻ അവിടെ വെളുത്ത രക്തമാണ് കൊടുത്തിട്ടുള്ളത്. അഥവാ ഈ കളറിലുള്ള രക്തമാണ് അതിലൂടെ ഉള്ളത് എന്ന് വേണമെങ്കിൽ മലയാളത്തിൽ പറയാം. അതാകട്ടെ കൃത്യമായി വന്നും പോയിക്കൊണ്ടിരിക്കുകയാണ്, അതവിടെ കെട്ടിക്കിടക്കുകയല്ല. അത് സീലിയറി പേശിയിൽ നിന്ന് രക്തം വരുന്നത് പോലെ ഇത് ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അത് വേസ്റ്റ് ആവുമ്പോൾ അതിലൂടെ തന്നെ കടന്ന് തിരിച്ച് നമ്മുടെ രക്തത്തിലേക്ക് വരുന്നു, വേസ്റ്റായി പോകുന്നു. അവിടെ മാത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല വെളുത്ത രക്തം കൊടുത്തു എന്ന് പറയാം. ഇവര് പറയുന്നത് പോലെ യാദൃച്ഛികവും സ്പോണ്ടേനിയസുമായിട്ടുള്ള മാറ്റങ്ങളിലൂടെയാണ് ഉണ്ടാകുന്നതെങ്കിൽ ഇവിടെ വെളുത്ത രക്തം ഉണ്ടായാലേ പുറത്ത് കാണുന്ന വസ്തുവിന്റെ പ്രകാശം ഇതിനകത്തുകൂടി പാസ് ചെയ്ത് അകത്തോട്ട് വരികയുള്ളൂ എന്ന് പറയുന്നത് എന്ത് ബുദ്ധിയാണ്? ഏത് ബുദ്ധിയാണത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. എത്രമാത്രം അത്ഭുതകരമായ ഒരു സംഗതിയാണ്. അങ്ങനെ ഈ കാണുന്ന കോർണിയയിലേക്ക് ആദ്യം വന്ന് വെളിച്ചം പതിക്കുകയും ആ വെളിച്ചം ആ ലിക്വിഡിലൂടെ ആ കാണുന്ന കൃഷ്ണമണിയുടെ ദ്വാരത്തിലൂടെ അകത്തോട്ട് കടന്ന് ഈ ലെൻസിൽ പതിക്കുന്നു. ഈ ലെൻസ് ദൂരമനുസരിച്ച് വക്രത വ്യത്യാസപ്പെടുത്തിക്കൊണ്ട് ആ വസ്തുവിനെ ശരിയായി കാണാൻ പറ്റുന്ന രൂപത്തിൽ ആക്കിത്തരുന്നു. ഇനി ഈ ലെൻസ് ഉണ്ടായതുകൊണ്ട് കാണാൻ പറ്റില്ല. ഈ ലെൻസിൽ നിന്ന് പ്രകാശം ഈ ലെൻസിലൂടെ പാസ് ചെയ്ത് ആ കണ്ണിന്റെ ഏറ്റവും പുറകിൽ, അഥവാ കണ്ണിന്റെ ഫ്രണ്ടിൽ നിന്ന് 24 മില്ലിമീറ്റർ മാത്രം അകലത്തിലാണ് കണ്ണിന്റെ ബാക്കിയുള്ളത്. കണ്ണിന്റെ നമ്മൾ ഈ കാണുന്ന ഈ ഫ്രണ്ടിൽ നിന്ന് കണ്ണിന്റെ അകത്തോട്ടുള്ള അകത്തെ ഭിത്തിയിലേക്കുള്ള ദൂരം 24 മില്ലിമീറ്റർ ആണ്. ആ 24 മില്ലിമീറ്റർ അകലത്തിലുള്ള ഭിത്തിയിലാണ് നമ്മൾ കാണുന്ന വസ്തു ചെന്ന് പതിക്കുന്നത്. ആ പതിക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾക്കറിയാമോ? ഞാൻ എഴുന്നേറ്റ് നിൽക്കുന്ന നിങ്ങളെയാണ് ഞാൻ കാണുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ റെറ്റിന എന്ന് പറയുന്നത്. റെറ്റിന എന്ന് പറയുന്നത് അതിനെയാണ്. ആ റെറ്റിനയിൽ തല കീഴായിട്ടാണ് പതിക്കുന്നത്. തല കീഴായിട്ടാണ് ഒരു വസ്തുവിനെ റെറ്റിനയിൽ പതിയുന്നത്. ഇപ്പം ഞാനൊരു വൃക്ഷം കണ്ടാൽ ആ വൃക്ഷം ഇങ്ങനെയാണ് എൻ്റെ റെറ്റിനയിൽ വന്ന് പതിക്കുക. ഇങ്ങനെ ഇരിക്കുന്ന ഒരു വസ്തുവിനെയാണ് ഞാൻ കാണുന്നതെങ്കിൽ എൻ്റെ റെറ്റിനയിൽ അത് വരുന്നത് ഇങ്ങനെയാണ്, തല കുത്തിയാണ് വരുന്നത്. അങ്ങനെ തല കുത്തി വരുന്ന വസ്തുവിനെ നിമിഷ നേരം കൊണ്ട് തലച്ചോറിലേക്ക് ആവേഗങ്ങളായി പറഞ്ഞുവിട്ട് അത്രയിനേക്കാൾ കൂടുതൽ വേഗതയിൽ അതിൻ്റെ ഒരു ചിത്രമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. എത്രമാത്രം അത്ഭുതമാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇതൊക്കെ നടക്കുന്നത് സമയമെടുത്ത് കാലത്ത് തുടങ്ങി വൈകുന്നേരം നടക്കുന്ന കാര്യമല്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഞാനിപ്പോൾ ഈ ഖുതുബ പറയുമ്പോൾ ഞാൻ ഇദ്ദേഹത്തിനെ നോക്കുന്നു, ഉടനെ തന്നെ നിങ്ങളിലേക്ക് നോക്കുന്നു, ഉടനെ തന്നെ ഇങ്ങോട്ട് നോക്കുന്നു. എൻ്റെ കണ്ണിൽ ഒരു ബ്ലറും ഉണ്ടാകുന്നില്ല,
ഒരു ബ്ലറും ഉണ്ടാകുന്നില്ല. ഞാൻ നിങ്ങളെ കാണുന്ന അതേ വ്യക്തതയോടുകൂടി തൊട്ടുടനെ ഇങ്ങോട്ട് മാറ്റുന്നു, തൊട്ടുടനെ അങ്ങോട്ട് മാറ്റുന്നു, തൊട്ടുടനെ അങ്ങോട്ട് മാറ്റുന്നു. ആ സമയങ്ങളിലെല്ലാം ഇങ്ങോട്ട് മാറ്റുമ്പോൾ ഈ ലെൻസ് വികസിക്കുന്നു, അടുക്കുന്നു. ഞാൻ അങ്ങോട്ട് മാറ്റുമ്പോൾ ഈ ലെൻസ് നേരെയാകുന്നു, അല്ലെങ്കിൽ അതിന്റെ വക്രത കുറയുന്നു. ഈ കണ്ണിലുള്ള കൃഷ്ണമണി ചുരുങ്ങുന്നു, വികസിക്കുന്നു. ഇതെല്ലാം ഒപ്പം നടക്കുകയാണ്. ഞാൻ അപ്പേ കണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുകയാണ്. ബ്ലർ ഉണ്ടായിട്ടില്ല. നിങ്ങൾ ഇദ്ദേഹത്തിനെ കണ്ടതിന് ശേഷം ഞാൻ ഇദ്ദേഹത്തിലേക്ക് നോക്കുമ്പോൾ ഇദ്ദേഹത്തിനെ കുറിച്ച് ഒരു അവ്യക്തമായ ചിത്രം വന്നതിന് ശേഷം പിന്നെയല്ല ഒരു വ്യക്തമായ ചിത്രം വരുന്നത്. ഇദ്ദേഹത്തിനെ കാണുന്ന ഉടനെ തന്നെ അദ്ദേഹത്തിനെ ഞാൻ കാണുന്നുണ്ട്, ഒരു അവ്യക്തതയില്ല. ഉടനെ തന്നെ ആ മൂലത്തിലിരിക്കുന്ന അദ്ദേഹത്തെയും ഞാൻ കാണുന്നുണ്ട്. നിങ്ങൾ അതേസമയം അത്യന്താധുനികമെന്ന് നിങ്ങൾ വിചാരിക്കുന്ന ഒരു മൊബൈൽ ക്യാമറ എടുത്ത് ഇവിടെ പിടിച്ചതിന് ശേഷം പെട്ടെന്ന് നിങ്ങൾ അങ്ങോട്ട് മാറ്റി നോക്കൂ. ആ ക്യാമറയിൽ അവിടുത്തെ ചിത്രം വരാൻ ഒരു ബ്ലർ വരും അതിനിടയിൽ. ആ ബ്ലർ വന്നതിന് ശേഷം മാത്രമേ അതിൻ്റെ ചിത്രം വ്യക്തമായിട്ട് നിങ്ങൾ നോക്കുമ്പോൾ തെളിയുള്ളൂ. നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. നിങ്ങൾ ഒരു ക്യാമറ ഇവിടെ വയ്ക്കുക, ആ ക്യാമറ നോക്കിക്കൊണ്ടിരിക്കാതെ തരം പെട്ടെന്ന് അങ്ങോട്ട് മാറ്റുക, പെട്ടെന്ന് ഇങ്ങോട്ട് മാറ്റുക. ഒരവ്യക്തത വന്നതിന് ശേഷം പിന്നെ വ്യക്തത വരുള്ളൂ. അതേസമയം എൻ്റെ കണ്ണിനതില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ കണ്ണിനതില്ല. ഒരവ്യക്തതയില്ല. ഇവിടെ നിന്ന് ഇത്ര അടുത്ത് നിന്ന് നോക്കുമ്പോൾ ഞാൻ എൻ്റെ ദൂരത്ത് നോക്കുമ്പോഴും എനിക്ക് വ്യക്തതയുണ്ട്. അതിനിടയിൽ ഒരു മങ്ങലില്ല. അതിനാണ് ബ്ലർ എന്ന് പറയുന്നത്. ഒരു മങ്ങലില്ല. എനിക്ക് വ്യക്തതയോടുകൂടി തന്നെയാണ് വരുന്നത്. ആ മങ്ങലൊക്കെ വരും, അതിന് കംപ്ലൈന്റുകൾ വന്നാൽ മങ്ങലൊക്കെ വരും. ആ പെട്ടെന്ന് നമ്മളുടെ തലകീഴായി പതിയുന്ന ആ ചിത്രം, എൻ്റെ സഹോദരി സഹോദരന്മാരെ, ആ ചിത്രം ഉണ്ടല്ലോ, തലകീഴായി പതിയുന്ന ചിത്രം, ആ ചിത്രം ഓപ്റ്റിക് നെർവുകൾ എന്ന് പറയുന്ന ആ നെർവുകളിലൂടെ തലച്ചോറിലേക്ക് എത്ര വേഗത്തിലാണ് സഞ്ചരിക്കുന്നതെന്നറിയാമോ? അതിലൊരു കണക്ക് ഞാൻ നിങ്ങളോട് പറയട്ടെ. ഒരു സെക്കൻഡിനെ 1000 മുറിച്ചാൽ അതിൽ 13 മില്ലി സെക്കൻഡ് കൊണ്ടാണ് ഒരു വസ്തുവിനെ ഞാൻ കാണുമ്പോൾ ആ വസ്തുവിനെ എനിക്ക് പെട്ടെന്ന് കാണാൻ കഴിയുന്ന എടുക്കും തലച്ചോറിൽ ചെന്ന് ഇതിലൂടെയൊക്കെ കടന്നു ചെന്ന് റെറ്റിനയിൽ തലകീഴായി പതിച്ച് പിന്നെ അവിടെ നിന്ന് വിവരങ്ങളെല്ലാം തലച്ചോറിലെ കോർട്ടക്സിലേക്ക് കൊടുത്ത് കോർട്ടക്സിൽ നിന്ന് ആ വസ്തുവിൻ്റെ ശരിയായ ചിത്രം ഞാൻ കാണുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ കാണുന്നത് എന്തുകൊണ്ടാണ്? കണ്ണുകൊണ്ടാ. നമ്മൾ കണ്ണുകൊണ്ടല്ല കാണുന്നത്, തലച്ചോറ് കൊണ്ടാണ് കാണുന്നത്. തലച്ചോറ് കൊണ്ടാണ് കാണുന്നത്. ഒരു വസ്തുവിന്റെ ശരിയായ ചിത്രം ഡിസൈൻ ചെയ്യുന്നത് തലച്ചോറ് കൊണ്ടാണ്. അത് എത്ര സമയമെടുക്കും? ഒരു സെക്കൻഡ് എന്ന് പറഞ്ഞാൽ കണ്ണു ചുമ്മുന്നതാണ് സെക്കൻഡ് എന്ന് പറയുന്നത്. അതിനെ 1000 ഡിവൈഡ് ചെയ്താൽ 13നും 50നും ഇടയിലുള്ള അംശം അത്രയും സെക്കൻഡേ വരുള്ളൂ ഒരു ചിത്രം എൻ്റെ മുൻപിൽ രൂപപ്പെടാൻ. എത്ര അത്യത്ഭുതകരമായ സംഗതിയാണ്! ആ തലച്ചോറിൻ്റെ ആ റെറ്റിന എന്ന് പറയുന്ന ഒരു ഭാഗം നിങ്ങളെ പരിചയപ്പെടുത്തിയല്ലോ. ആ റെറ്റിന എന്ന് പറയുന്ന ഭാഗത്തിരിക്കുന്ന കോശങ്ങളുടെ എണ്ണം നിങ്ങൾക്കറിയാമോ? 137 ദശലക്ഷം കോശങ്ങൾ അവിടെയുണ്ട്. 13.7 കോടി കോശങ്ങൾ അവിടെയുണ്ട്. ആ കോശത്തിൽ ചെന്ന് ഈ പ്രകാശരശ്മി പതിക്കുമ്പോൾ ആ കോശത്തിലുണ്ടാകുന്ന മാറ്റങ്ങളാണ് കാഴ്ചയായിട്ട് നമുക്ക് രൂപപ്പെടുന്നത്. അതിൽ 130 ദശലക്ഷം കോശങ്ങളും വെളുത്തതും കറുത്തതും മങ്ങിയ വെളിച്ചവും കാണാൻ വേണ്ടി മാത്രമാണ്. ബാക്കി 7 ദശലക്ഷം കോശങ്ങൾ എന്ന് പറയുന്നത് കളറുകൾ കാണാൻ വേണ്ടിയിട്ടാണ്. മറ്റേത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാണാനും ഇത് കളറുകൾ കാണാനും വേണ്ടിയിട്ടാണ്. ഇതിനൊക്കെ എന്തെങ്കിലും നിസാരമായത് പരിക്ക് സംഭവിച്ചാൽ പിന്നെ നമുക്ക് കളറ് കാണുന്നതൊന്നും കാണാൻ പറ്റില്ല. പിന്നെ പണ്ട് ആരണ്ട് പറഞ്ഞ പോലെ പണ്ടിറങ്ങിയ സിനിമ കാണുന്നത് പോലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എല്ലാം കാണാൻ പറ്റുള്ളൂ. ആളെത്ര കളർ ഷർട്ട് ഇട്ടാലും കാണുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരിക്കും. അപ്പോൾ അത്രയും സങ്കീർണമായ പ്രവർത്തനങ്ങളാണ് ഇതിനകത്ത് നടക്കുന്നത് എന്ന് നമ്മൾ അറിയണം. ഇതിനെക്കുറിച്ച് ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല 3 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇനി പറയാൻ പോകുന്ന കാര്യം പറയാൻ ഇതൊക്കെ പറയാം. അല്ല, കണ്ണിനെക്കുറിച്ച് ഒരു അറിവ് നിങ്ങൾക്ക് തരാനല്ല ഇത് പറഞ്ഞത്, അല്ലെങ്കിൽ നമുക്ക് കിട്ടാനല്ല ഇത് പറഞ്ഞത്. അതറിയണം. അതിനകത്ത് അത്ഭുതങ്ങൾ നമ്മൾ കാണണം. സുബ്ഹാനല്ലാഹ് നമ്മൾ പറയണം, അൽഹംദുലില്ലാഹ് നമ്മൾ പറയണം, അല്ലാഹു അക്ബർ നമ്മൾ പറയണം. ഇതൊന്നും യാദൃച്ഛികമായിട്ടുണ്ടാകാവുന്നതല്ല. ഞാൻ പറഞ്ഞല്ലോ, ഈ ലെൻസിൻ്റെയും പിന്നെ നമ്മുടെ റെറ്റിന എന്ന് പറയുന്ന ഈ ചിത്രം പോയി പതിക്കുന്നതിൻ്റെയും ഇടയിലൊരു ഗ്യാപ്പുണ്ട്. ആ ഗ്യാപ്പ് അല്ല ഫില്ല് ചെയ്തേക്കണം. എന്ത് വെച്ചാണെന്നറിയാമോ? വെള്ളം പോലുള്ളൊരു വസ്തുവല്ല. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ചേംബർ ഉണ്ടല്ലോ, ആ ചേംബറിൽ അല്ലാഹു വാട്ടറി ഫ്ലൂയിഡാണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ, ഒഴുകുന്ന സംഗതിയാണ് കൊടുത്തിട്ടുള്ളെങ്കിൽ, ഇതിൻ്റെ ഇപ്പുറത്ത് കൊടുത്തിട്ടുള്ള ജെല്ലി ടൈപ്പാണ്. നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ കടയിൽ ചെന്നാൽ, മൃഗങ്ങളെ അറക്കുന്ന കടയിൽ ചെന്ന് നിങ്ങളൊരു കണ്ണ് വാങ്ങിയാൽ തരും, അവർ കണ്ണ് തരും. അതൊക്കെ നമ്മളൊന്ന് നോക്കണം. കണ്ണ് വാങ്ങി നെടുകെ നമ്മൾ മുറിച്ചു കഴിഞ്ഞാൽ ആ ജെല്ലി ടൈപ്പ് നമുക്ക് കാണാൻ കഴിയും പോത്തിൻ്റെ. അതേപോലെ ജെല്ലി ടൈപ്പ് സാധനം തന്നെയാണ് നമ്മുടെ കണ്ണിൽ വിരിക്കുന്നത്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല സെറ്റ് ചെയ്തത് അതിനു വേണ്ടി വേറെ കളറായിക്കൂടെ? വേറെ എന്തെല്ലാം കളറുകൾ ഇവിടെ ഉണ്ട്. അവിടെ മാത്രം, ആ ചെറിയ പ്രദേശത്ത് മാത്രം ജെല്ലി ടൈപ്പ് സംവിധാനിച്ച് എന്തിനാന്ന് ചോദിച്ചാൽ, വെളിച്ചം കടന്ന് റെറ്റിനയിൽ ചെല്ലണം. അവിടെ ബ്ലാക്ക് ആയ പറ്റില്ല, അവിടെ റെഡ് ആയ പറ്റില്ല, ബ്രൗൺ ആയ പറ്റില്ല, ബ്ലൂ ആയ പറ്റില്ല. അവിടെ ക്രിസ്റ്റലൈൻ കളറുള്ളത് തന്നെ ആയിരിക്കണം. ഈ ഫ്രണ്ടിലെ കോർണിയ പോലെ തന്നെ, ഈ ലെൻസ് പോലെ തന്നെ ക്രിസ്റ്റലൈൻ കളർ ഉണ്ടാവണം. അതിനല്ലാഹ് അത് കൊടുത്തു.
അപ്പോൾ ഒരു വസ്തുവിനെ നമ്മൾ കാണുന്നത് കോർണിയയിൽ നിന്ന് പ്രകാശം പതിച്ച് ആ പ്രകാശം അക്യൂസ് ചേമ്പറിലെ ഫ്ലൂയിഡിലൂടെ കടന്ന് കണ്ണിലെ കൃഷ്ണമണിയുടെ ഹോളിലൂടെ കടന്ന് പിന്നെയും ആ ഫ്ലൂയിഡിലൂടെ കടന്ന് വീണ്ടും ലെൻസിൽ വന്ന് ലെൻസിൽ നിന്ന് ആ ജെല്ലി ടൈപ്പ് വസ്തുവിലൂടെ കടന്ന് ആണ് റെറ്റിനയിൽ പതിക്കുന്നത്. ഇതിനിടയിൽ ഇത്രയും സംവിധാനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചു വെച്ചിട്ടുണ്ട്. എത്രമാത്രം അത്ഭുതകരമാണ്. എന്നിട്ട് അവൻ്റെ വേദഗ്രന്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അല്ലാഹു അഖ്റജക്കും മിൻ ബുതൂനി ഉമ്മഹാത്തിക്കും ലാ തഅലമൂന ശൈആ. ഒന്നും അറിയാത്ത അവസ്ഥയിൽ നിന്റെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് ഞാൻ നിന്നെ കൊണ്ടുവന്നു. വജഅല ലക്കും സമഅ വൽ അബ്സാറ വൽ അഫിദ ലഅല്ലക്കും തഷ്കുറൂൻ. നിങ്ങൾക്ക് ഞാൻ കണ്ണ് തന്നു, കാത് തന്നു, ഹൃദയം തന്നു. ലഅല്ലക്കും തഷ്കുറൂൻ, നിങ്ങൾ നന്ദി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ ഇത്രയും അത്ഭുതകരമായ രൂപത്തിൽ സംവിധാനിച്ച് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. നിങ്ങൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് ജീവിതത്തിൽ പരമാവധി നന്ദിയോടുകൂടി നിങ്ങൾ ജീവിക്കണം. പക്ഷെ അള്ളാഹ് 3 സ്ഥലത്ത് പറഞ്ഞു, വജഅല ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ ഖലീലൻ മാ തശ്കുറൂൻ. ഞാൻ നിങ്ങൾക്ക് കണ്ണ് തന്നു, നിങ്ങൾക്ക് കാത് തന്നു, കാണാൻ കാഴ്ചശക്തി തന്നു, കേൾക്കാൻ കേൾവിശക്തി തന്നു, ചിന്തിക്കാൻ നിങ്ങൾക്ക് തലച്ചോറും ഹൃദയവും ഒക്കെ നിങ്ങൾക്ക് തന്നു. ഖലീലൻ മാ തശ്കുറൂൻ. മനുഷ്യ, നീ എന്നോട് വളരെ തുച്ഛം നന്ദി മാത്രമേ കാണിക്കുന്നുള്ളൂ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരിടത്ത് പറഞ്ഞു, വലാ തഖഫു മാ ലൈസ ലക ബിഹി ഇൽമുൻ. നിനക്കറിയാത്തതിന്റെ പുറകിൽ നീ പോകരുത്. ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. നിന്റെ കണ്ണ് നാളെ പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടും. കാത് ചോദ്യം ചെയ്യപ്പെടും. അതുപോലെ തന്നെ നിന്റെ ഹൃദയവും എല്ലാം ചോദ്യം ചെയ്യപ്പെടും. അതുകൊണ്ട് അറിയാത്തതിന്റെ പുറകിൽ പോകരുത്, ആവശ്യമില്ലാത്തത് കാണാൻ നിൽക്കരുത്. ഇത് ഇത്രയും സങ്കീർണമായ ഒരു അവയവമാണ്. ആ അവയവത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ മതി, നമ്മുടെ കാഴ്ചകളെല്ലാം തകിടം മറിയും. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ നിമിഷത്തിലും അള്ളാഹുവിനെ ഓർക്കണമെന്നും അവൻ നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളുടെ ആഴം എത്രയാണ് എന്ന് മനസ്സിലാക്കണമെന്നും അള്ളാഹുവിൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്നത് പതിവാക്കണം എന്നും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അതിനിത് മനസ്സിലാക്കണം. ഇത് മാത്രമല്ല, ഒരുപാട് അവയവങ്ങളുണ്ട് നമുക്ക്. ഈ അവയവങ്ങളിൽ ഒരുപാട് സങ്കീർണതകളുണ്ട്, അത്ഭുതകരമായ സംഗതികളുണ്ട്. അതൊക്കെ പഠിക്കാൻ ശ്രമിക്കുക. സന്ദർഭമനുസരിച്ച് നമുക്കത് ഇനിയും പറയാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വന്നുപോയ വീഴ്ചകൾ പടച്ചതമ്പുരാൻ നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ തൊട്ടടുത്ത ആശുപത്രി രോഗികളായി കഴിയുന്ന ആളുകൾക്ക് അല്ലാഹു ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഖുലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഅൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈൻ ഫസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.